ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഞാൻ ആരാധിക്കുന്ന ഒരുപാട് സംവിധായകരുണ്ട്. മലയാളത്തിലാണെങ്കിൽ ഭരതേട്ടൻ, പത്മരാജൻ സാറ്, മോഹൻ സാറ്, KG ജോർജ് സാറ്, പ്രിയദർശൻ, കമൽ സാർ, സിബി മലയിൽ, അങ്ങനെ നമ്മൾ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ആ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധായകൻ, അത് ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയതിനു ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവിൽ അത്ഭുതപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് IV ശശി എന്നാണ്. ശശിയേട്ടൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് നിന്ന് ചെന്നൈയിലെത്തി ആർട്ട് ഡയറക്ടറുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. 27ാമത്തെ വയസ്സിൽ 1975 അദ്ദേഹം തൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തു. ആ സിനിമയുടെ പേര് ഉത്സവം എന്നാണ്. പിന്നീട് ഉത്സവം പോലെ ഉള്ള ഒരു കരിയർ ആ 27കാരൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സെറ്റും ഒരു ഉത്സവം പോലെ തന്നെയായിരുന്നു. ഉത്സവം എന്ന് തൻ്റെ ആദ്യത്തെ സിനിമയിൽ അദ്ദേഹം നായകനാക്കിയത് അന്ന് പ്രതിനായകനായ വില്ലനായി അഭിനയിക്കുന്ന KP ഉമ്മറിനെയാണ് അദ്ദേഹം നായകനാക്കുന്നത്. നായിക ശ്രീവിദ്യാമ്മ. ആ സിനിമ വലിയ വിജയമായിരുന്നു. 110 സിനിമകൾ. ഇന്ന് ഒരു ഡയറക്ടറിന് സങ്കല്പിക്കാനാവില്ല. 110 സിനിമകൾ അദ്ദേഹം ചെയ്തു. 2017 ആണ് അദ്ദേഹം അന്തരിക്കുന്നത്. 1975 ആദ്യത്തെ സിനിമ തൊട്ട് 2017 അദ്ദേഹം അന്തരിക്കുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ 110 സിനിമകൾ ചെയ്തു. ഈ 110 സിനിമകളിൽ 3 സിനിമകൾ ഹിന്ദിയിൽ, 3 സിനിമകൾ തെലുങ്കിൽ, 7 സിനിമകൾ തമിഴിൽ അദ്ദേഹം രജനീകാന്തിനെ വെച്ചിട്ടും കമൽഹാസനെ വെച്ചിട്ടും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഒരു സംവിധായകന് ഈ ഫ്രെയിമിൽ ഒരു 5-10 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഫ്രെയിം കമ്പോസിങ്, ഷോട്ട് ഡിവൈഡിങ് ഒക്കെ വലിയ പ്രശ്നമാണ്. പക്ഷെ 10-20 ക്യാരക്ടേഴ്സ് വന്നാലും പുല്ലുപോലെ ഷൂട്ട് ചെയ്യുന്ന സംവിധായകനായിരുന്നു ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാവും. ആ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ 2 സീനിൽ വരുന്ന കഥാപാത്രം പോലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ IV ശശി എന്ന് പറയുന്ന സംവിധായകനെ ശ്രദ്ധിക്കുന്നത് കമൽഹാസൻ അഭിനയിച്ച ഈറ്റ, സീമ ചേച്ചീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവളുടെ രാവുകൾ, പിന്നെ ഈ നാട്, ഇനിയെങ്കിലും, ഇന്നല്ലെങ്കിൽ നാളെ, അഹിംസ, അങ്ങനെ സിനിമകളിങ്ങനെ കിടക്കുകയാണ്. അതിൽ നമ്മൾ ഒരുപാട് താരോദയങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അതിനു മുമ്പ് വലിയ അവസരങ്ങളില്ലാണ്ടായി പോയിട്ടുള്ള നായകന്മാരും ഉണ്ടാവും, നിലവിലുള്ള താരം ഉണ്ടാവും, ഇനി അപ്കമിങ് ആണെന്ന് നമ്മൾ കരുതുന്ന ആളുകളും ഉണ്ടാവും. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇപ്പം മീൻ എന്നൊക്കെ പറഞ്ഞ സിനിമ, അതിൽ ജോസ് എന്ന് പറയുന്ന അതിന് മുമ്പത്തെ ഒരു കാലഘട്ടത്തിലെ പ്രമുഖനായിട്ടുള്ള നടനായിരുന്ന ജോസൊക്കെ ആ സിനിമയിലുണ്ട്. അതേ സിനിമയിൽ നസീർ സാറും ഉണ്ടാവും, മധുസാറുണ്ടാവും, സുകുമാരനും സോമനും ജയനും ഉണ്ടാവും. തുഷാർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ രതീഷ് എന്ന് പറഞ്ഞ ആക്ടറെ സ്റ്റാറാക്കി. അതിനു മുമ്പ് ജയനെ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ, അങ്ങാടിയൊക്കെ തിയേറ്ററുകളിൽ ഉത്സവം ഉണ്ടാക്കിയ സിനിമയായിരുന്നു അങ്ങാടിയിലെ ജയൻ്റെ പ്രസിദ്ധമായ ഡയലോഗും മേ ബി വി ആർ കുലീസ്, ട്രോളി പുള്ളേഴ്സ് എന്ന് പറയുന്ന ഡയലോഗും, മേ ബി വി ആർ പുവർ കൂലീസ്, ട്രോളി പുള്ളേഴ്സ്, ബട്ട് വി ആർ നോട്ട് ബഗേഴ്സ്, കണ്ണും എന്നുള്ള പാട്ടും, അതുപോലെ സുകുവേട്ടന ക്യാരക്ടർ, അഹിംസ എന്ന് പറഞ്ഞ സിനിമയിലെ സുകുമാരൻ്റെ ഡയലോഗ്സ്, ഈ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ശശിയേട്ടൻ്റെ സിനിമകളിലായിരുന്നു. ജനം അവരെ സ്നേഹിച്ച് തുടങ്ങുന്നത് ശശിയേട്ടൻ്റെ സിനിമകളിലൂടെയാണ്. എത്രയോ സിനിമകളിൽ അടിമകൾ, ഉടമകൾ, മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച ശശിയേട്ടൻ്റെ സിനിമകൾ. മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. MT സാറിന് ഒരു കമേഴ്ഷ്യൽ റൈറ്ററാക്കി മാറ്റിയത് ശശിയേട്ടനായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ശശിയേട്ടനും MT സാറും ചേർന്ന് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റാണ്, അല്ലെങ്കിൽ അത്രയും മനോഹരമായ സിനിമകളാണ്. മമ്മൂക്ക നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന തൃഷ്ണ MT സാറും ശശിയേട്ടനും ചേർന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്.
എനിക്കത് അവർ തമ്മിലുള്ളൊരു കോംബോ ഭയങ്കര അത്ഭുതമാണ്. ശശിയേട്ടൻ അങ്ങനെ ഒരുപാട് വായിക്കുന്ന ഒരാളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. വായിക്കാറുണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു ഒറേഷ്യസ് റീഡറാണെന്നും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ സാഹിത്യത്തിൽ അതിഗംഭീരമായ താല്പര്യമുള്ള ഒരാളാണെന്നും തോന്നിയിട്ടില്ല. പക്ഷേ ടി സാർ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തോടൊപ്പമാണ്. അക്ഷരങ്ങൾ, അനുബന്ധം, തൃഷ്ണ, എത്രയോ സിനിമകൾ, എല്ലാം ഉഗ്രൻ സിനിമകളെല്ലാം വിജയിച്ച സിനിമകൾ. അതുപോലെ ശശി സാറിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ടി വാസുദേവൻ നായർ, ടി ദാമോദരൻ മാഷ്, ജോൺ പോൾ, ഷെറീഫ്, ലോഹിതദാസ്, രഞ്ജിത്ത്, അങ്ങനെ എല്ലാ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും ശശിയേട്ടന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങേയറ്റത്ത് ഏറ്റവും ഇളമുറയിലുള്ള ഒരാൾ രഞ്ജിത്ത്, അതിൻ്റെ ലേറ്ററായിട്ട് ബാബു ജനാർദ്ദനൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ 110 സിനിമകൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൂട്ടിംഗ് ഒരു ലഹരിയായി കൊണ്ടു നടന്നിട്ടുള്ള ആളാണ്. പലപ്പോഴും ശശിയേട്ടനെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകൾ, ശശിയേട്ടൻ ഒരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നാരായണേട്ടനാണ് അദ്ദേഹത്തിൻ്റെ എഡിറ്റർ. അവിടെ ഉണ്ടാവും. ഈ കൊണ്ടുവന്ന ഷൂട്ടിംഗ് ചെയ്ത ഫിലിം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ റഷ് കണ്ടിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു റഫ് ഓർഡർ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശശിയേട്ടൻ അടുത്ത പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോവുകയാണ്. അടുത്ത പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ റഷസും കൊണ്ടിട്ട് വരുമ്പോഴേക്കും ഇവിടെ നാരായണൻ സാർ ഇത് ഓർഡർ ആക്കിയിട്ടുണ്ടാവും. ഇത് ഡബ്ബിങ്ങിന് കയറും. ശശിയേട്ടൻ ഡബ്ബിങ്ങിന് പോവും. ഇവിടെ ഈ കൊണ്ടുവന്ന ഫിലിം ഇവിടെ നാരായണൻ സാറ് എഡിറ്റിങ് തുടങ്ങും. അവിടെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഇത് റീ റെക്കോർഡിങ് എഫക്ട്സിലേക്ക് കയറുമ്പോൾ ശശിയേട്ടൻ അടുത്ത പടം ഷൂട്ടിങ്ങിന് പോകും. അത് ഷൂട്ട് ചെയ്ത് റഷ് കൊണ്ട് വരുമ്പോഴേക്കും ആ പടത്തിൻ്റെ ഫൈനൽ മിക്സിങ് ആയിട്ടുണ്ടാവും. ആദ്യത്തെ പടത്തിൻ്റെ അതിൻ്റെ ഫൈനൽ മിക്സിങ് കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ പടം ഡബ്ബിങ്ങിന് റെഡി ആയിട്ടുണ്ടാവും. അതിന് ഡബ്ബിങ്ങിന് കയറുമ്പോഴേക്കും ഈ അവസാനം ഷൂട്ട് ചെയ്ത പടത്തിൻ്റെ എഡിറ്റിങ് ആരംഭിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു റൗണ്ട് ദ ക്ലോക്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ്. ഈ സിനിമ ഷൂട്ടിങ്ങും സിനിമയും ഒരു ലഹരിയായിരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ പല തവണ കണ്ടുമുട്ടിയിട്ടുണ്ട്. പലതവണ നമ്മൾ മാറി നിന്ന് കണ്ടിട്ടുണ്ട്. ശശിയേട്ടൻ ഒരു ചെറിയ ആളാണ്, എന്നെ പോലെയൊക്കെ ഉള്ള സൈസേ ഉള്ളൂ. ഈ മനുഷ്യനാണ് ഒരു ആൾക്കൂട്ടത്തിന് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അതുപോലെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു, ആർട്ട് ഡയറക്ഷൻ അറിയായിരുന്നു. ഒരാൾക്കും പുള്ളീനെ തോൽപ്പിക്കാൻ പറ്റില്ല, ഒരാൾക്കും പുള്ളീനെ പറ്റിക്കാൻ പറ്റില്ല. കാരണം ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില ഷോട്ടുകൾ, കോംപ്ലിക്കേറ്റഡ് ഷോട്ടുകൾ പറയുമ്പോൾ അന്ന് ക്യാമറാമാൻമാരത് ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങ എന്ന് പറഞ്ഞിട്ട് ക്യാമറ ക്രെയിനുമായിട്ട് കയറിയിട്ട് പുള്ളി ഷൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഷോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് ഒരു ക്യാമറാമാനും പറയാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ പുള്ളി ഷൂട്ട് ചെയ്ത് കളയും. അത്തരം ഇതുള്ള ആളാണ്. ശശിയേട്ടനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. അതായത് ഈ ഷൂട്ടിങ്ങിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും അതിലുള്ള ഒരു ജ്വരവും വെളിപ്പെടുത്തുന്നതാണ്. അത് 83-ലാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. പീറ്റർ ഞാറക്കൽ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ 48 അവേഴ്സായിട്ട് തുടർച്ചയായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിഫ്റ്റ് പാക്കപ്പ് പറയുന്നില്ല. ആൾക്കാർ ചെറിയ ഇടവേള കൊടുക്കും, ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. ബ്രേക്കുകൾ മാത്രമേ ഉള്ളൂ, പാക്കപ്പ് പറയുന്നില്ല. അങ്ങനെ എല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് സിനിമ പാക്കപ്പ് ചെയ്താൽ മതി എന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ആണ് ന്യൂസ് ഫ്ലാഷ് ആവുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു, അംഗരക്ഷകൻ്റെ വെടിയേറ്റ് മരിച്ചു എന്നുള്ള ന്യൂസ് വരുന്നു. വെടിയേറ്റ് മരിച്ചു എന്നുള്ള ന്യൂസ് വരുന്നതോട് കൂടിയിട്ട് പീറ്റർ ഞാറക്കൽ കോഴിക്കോട് മഹാറാണിയിൽ നിന്നും ജീപ്പ് എടുത്തിട്ട് ഈ ലൊക്കേഷനിലേക്ക് പറന്ന് വരികയാണ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശശിയേട്ടൻ നോക്കുമ്പോൾ കാണുന്നുണ്ട് ഈ ജീപ്പ് വരുന്നത്. എന്താ പ്രശ്നമുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഷോട്ട് കംപ്ലീറ്റ് ആയപ്പോഴേക്കും പീറ്റർ ഞാറക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, ശശിയേട്ടാ ഇന്ദിരാഗാന്ധി മരിച്ചു, വെടിയേറ്റ് മരിച്ചു. അപ്പോൾ അത് പറയുന്നതിൻ്റെ ഉദ്ദേശം പാക്കപ്പ് പറയുക എന്നുള്ളതാണ്. എന്നാലെങ്കിലും പാക്കപ്പ് പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു കേട്ട ഉടനെ ശശിയേട്ടൻ, ആണോ, അതെയോ, എപ്പോൾ? അയ്യോ പാവം. ആ ക്യാമറ ഉണ്ടാ എന്നിട്ട് പുള്ളി അടുത്ത ഷോട്ട് എടുക്കാൻ പോവാണ്. ഇതാണ് ശശിയേട്ടൻ്റെ ഒരു നേച്ചർ. ഈ കഥകളൊക്കെ ശശിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എം പത്മകുമാറും വിനു ആനന്ദും ഒക്കെ വിനു ആനന്ദ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ശശിയേട്ടൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കഥകളും തമാശകളും ഇവർ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ശശിയേട്ടന് ആയിട്ടൊരു മാനസികമായിട്ട് എനിക്ക് ഒരു ബന്ധമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഈവൻ ഞങ്ങൾ തമ്മിൽ പരിചയമില്ലെങ്കിൽ. ഞാൻ പിന്നീട് ഡയറക്ടറായതിനു ശേഷം ഒരിക്കൽ കോഴിക്കോട് മഹാറാണിയിൽ
അനുഭൂതി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് അവിടെ. അപ്പോൾ കോഴിക്കോട് മഹാറാണിയിൽ അനുഭൂതിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ബാബു ജനാർദ്ദനുണ്ട്. അപ്പോൾ ഞാനും ബാബു ജനാർദ്ദനും ഒരുമിച്ച് അച്ഛനുറങ്ങാത്ത വീടും ചന്ദ്രനുദിക്കുന്ന ദിക്കിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കാലിക്കറ്റിൽ വന്ന് ബാബു അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാബുവിൻ്റെ റൂമിൽ വന്നു. അപ്പോൾ ടി വിയിൽ ഏതൊരു സിനിമ ഉച്ചയ്ക്ക് ഏതൊരു സിനിമ നടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആ സിനിമ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മുറിയിലേക്ക് ഗോൾഫ് ക്യാപ്പൊക്കെ വെച്ചിട്ട് ശശിയേട്ടൻ കടന്നു വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചാടി എഴുന്നേറ്റ്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ടി വിയിലേക്ക് അദ്ദേഹം നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം സൂക്ഷിച്ചിട്ട്, അയ്യോ ഇതെൻ്റെ പടമല്ലേ, ഇതെൻ്റെ പടമല്ലേ, ഇതെൻ്റെ സിനിമയല്ലേ, ഇതെൻ്റെ സിനിമയാണ്, എൻ്റെ സിനിമയാണ്, എൻ്റെ പേര് എന്ന് ചോദിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞങ്ങൾ ഇടയെന്നാണ് കണ്ടത്. അപ്പോൾ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു ഇവർ 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 എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമയായിരുന്നു അത്. അപ്പം സ്വന്തം സിനിമ തന്നെ കുറച്ച് നേരം നോക്കിയാലേ മനസ്സിലാവുള്ളൂ, കാരണം അത്രയധികം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്ത ഒരു മൊമെൻ്റ്. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ഹൈദരാബാദിൽ ഒരു ഫിലിം ഫെസ്റ്റിവലും ഫിലിം എക്സിബിഷനും ഫിലിം ബിസിനസ് ഇതുമൊക്കെ ആയിട്ട് ഒരു പരിപാടി നടന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് എന്നെയൊക്കെ വിളിച്ച്, അപ്പോൾ ആ പരിപാടിക്ക് ഞങ്ങളൊക്കെ അവിടെ ഹൈദരാബാദിൽ ചെന്നപ്പോൾ ആ ഫംഗ്ഷനിൽ അവർ ശശിയേട്ടനെ ആദരിക്കുന്നുണ്ട്. ഇപ്പോൾ പത്മകുമാറും ഞാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹമായിട്ട് കുറേ സംസാരിക്കാനും ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അന്നാണ്. അതിനൊക്കെയുള്ള ഒരു അവസരം കിട്ടി. പിന്നീട് എൻ്റെ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന് കോമ്പീറ്റ് ചെയ്തപ്പോൾ അതിനയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രതീക്ഷയില്ല, അതിൽ അഭിനയിച്ച ആൾക്കാർക്കോ സ്ക്രിപ്റ്റിനോ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് അയച്ചത്. പക്ഷെ ആ സിനിമയ്ക്ക് എനിക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടി. മികച്ച സംവിധായകനുള്ള ആ അവാർഡിൻ്റെ കമ്മിറ്റിയിൽ അന്ന് എൻ്റെ ഗുരുനാഥൻ കമൽ സാറിൻ്റെ സിനിമയുണ്ടായിരുന്നു, സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ. രണ്ടിലും പൃഥ്വിരാജ് തന്നെയാണ് നായകൻ. അയാൾ ഞാനും തമ്മിലും പൃഥ്വിരാജാണ് നായകൻ, സെല്ലുലോയിഡിലും പൃഥ്വിരാജാണ് നായകൻ. അങ്ങനെ ഈ രണ്ട് സിനിമകളായിരുന്നു ഫൈനൽ റൗണ്ടിൽ കോമ്പറ്റീഷനിൽ വന്നു, എൻ്റെയും ഗുരുവിൻ്റെയും സിനിമകൾ. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് സെല്ലുലോയിഡിന് കൊടുത്തു. മികച്ച സംവിധായകനുള്ള അവാർഡ് ആർക്ക് കൊടുക്കണം എന്നുള്ള എൻ്റെ പേരിൽ ടൈ ആയി. കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ പകുതിയും ഈക്വൽ ആയി. മികച്ച സംവിധായകൻ കമൽ സാറിനും ലാൽ ജോസിനും എന്നുള്ള നിലയിൽ ടൈ വന്നു. അപ്പോൾ പിന്നീട് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് പിൽക്കാലത്ത് പറഞ്ഞതാണ്. അതെനിക്ക് ആ സമയത്ത് അതിനടുത്ത സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞത്. അന്ന് ഈ ചെയർമാൻ്റെ കാസ്റ്റിംഗ് വോട്ട് ശശിയേട്ടൻ ചെയ്തത് എനിക്ക് അനുകൂലമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അയാളും ഞാനും തമ്മിലിൻ്റെ അവാർഡ് കിട്ടിയത്. എനിക്കൊരു താങ്ക്സ് പോലും അദ്ദേഹത്തോട് പറയാൻ പറ്റിയില്ല, കാരണം ആ സമയത്ത് എനിക്കത് അറിയില്ലായിരുന്നു. അദ്ദേഹം ഈ ഈക്വലായപ്പോൾ അംഗങ്ങളുടെ വോട്ടുകൾ ഈക്വലായപ്പോൾ ചെയർമാൻ്റെ പ്രത്യേക വോട്ട് എനിക്ക് അനുകൂലമായി ചെയ്തുകൊണ്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാൻ എന്നും അദ്ദേഹത്തെ നന്ദിയോടുകൂടി സ്മരിക്കുക. അന്ന് അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും പിന്നീട് ഒരു സാധ്യതയില്ല, മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടാനുള്ള സാധ്യത പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ അവാർഡ് കമ്മിറ്റിയിൽ വരുന്ന ആളുകളായിട്ട് അത്തരം സിനിമകളായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷെ ആ സിനിമ അദ്ദേഹത്തെ അന്ന് പറഞ്ഞ ആൾ പറഞ്ഞത്, അവനൊരു പുതിയ പയ്യനല്ലേ, അവൻ നന്നായി ചെയ്തിട്ടുണ്ട്, അവൻ്റെ സംവിധാനം നന്നായിട്ടുണ്ട്, ഇപ്പം അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അംഗീകരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ശശിയേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ ഇതിന് എനിക്ക് പ്രത്യേകം വ്യക്തിപരമായ നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി അദ്ദേഹം തന്ന സിനിമകൾ, എപ്പോഴും ഒരു നിരാശ തോന്നാറുള്ളൊരു കാര്യം, മറ്റ് പല സംവിധായകരെ കുറിച്ചും നമ്മളിങ്ങനെ വാതോരാതെ പറയാറുണ്ട്. പക്ഷെ ശശിയേട്ടൻ ചെയ്ത പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള തിരക്കഥകൾ, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള സിനിമകൾ, ആൾക്കൂട്ടങ്ങളെ നിറച്ചിട്ടുള്ള സിനിമകൾ, ആഘോഷമായ സിനിമകൾ മറ്റൊരു സംവിധായകനും ചെയ്തിട്ടില്ല. മറ്റൊരു സംവിധായകനും അദ്ദേഹത്തിൻ്റെ ആ ക്രെഡിറ്റ് നേടാനും പറ്റിയിട്ടില്ല. ശശിയേട്ടൻ എല്ലാ കാലത്തും യുണീക്കായിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ.